മഴക്കാലമാണ് അഥവാ ഏറെ കരുതൽ വേണ്ട കാലം. പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമായതിനാൽ ആരോഗ്യ സംരക്ഷണത്തിൽ പ്രത്യേക മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. പനി, കോളറ, വയറിളക്കം, മഞ്ഞപ്പിത്തം, ഇതര ശാരീരിക അസ്വസ്ഥതകൾ എന്നിവ മഴക്കാലത്ത് അതിവേഗം പടർന്നു പിടിച്ചേക്കാം. അതുപോലെ സൂക്ഷിച്ചില്ലെങ്കിൽ അപ്രതീക്ഷിത അപകടങ്ങൾക്കും മഴക്കാലം കാരണമായേക്കും. അന്തരീക്ഷത്തിലൂടെ പകരുന്നവ ജലജന്യം, സമ്പർക്കം എന്നിവയിലൂടെയാണ് രോഗങ്ങൾ പിടിപെടുന്നത്. ആളുകൾ തമ്മിലുള്ള സ്വാഭാവിക അകലം കുറയുന്ന സമയമാണ് മഴക്കാലം. ഇത് പകർച്ചവ്യാധികൾക്ക് ഇടയാക്കും. കുടിവെള്ള സ്രോതസ്സുകളിലേക്ക് മലിനജലം ഒഴുകിയെത്തുന്നത് ജലജന്യ രോഗങ്ങൾക്ക് കാരണമാകും. സാധാരണ മലിനമാകാത്ത ജലസ്രോതസ്സുകളും മഴക്കാലത്ത് മലിനപ്പെടാനിടയാകുന്നത് ചില ഈക്കോളി ബാക്ടീരിയകളുടെ സാന്നിധ്യത്താലാണ്. ഫ്ളാറ്റുകളിൽ താമസിക്കുന്നവർ ഇടയ്ക്കിടെ കോളിഫോം കൗണ്ട് പരിശോധിക്കുന്നത് നല്ലതാണ്. 40 വയസ്സിന് മുകളിലുള്ളവർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചാൽ കൂടുതൽ കരുതൽ എടുക്കേണ്ടതുണ്ട്. മഴക്കാലത്ത് ടൈഫോയിഡ് പടർന്നു പിടിക്കാനും സാധ്യത കൂടുതലാണ്. കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യവുമാണ്. വെള്ളത്തിന്റെ ഗുണനിലവാരത്തിൽ ആശങ്കയുണ്ടെങ്കിൽ മികച്ച RO ഫിൽറ്റർ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഫിൽറ്റർ സൗകര്യമില്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാം. കിണർ വെള്ളം ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിച്ച് വേണം ഉപയോഗിക്കാൻ. വേനൽക്കാലത്ത് വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ കൊതുകിട്ട് വെച്ച മുട്ടകൾ മഴക്കാലത്ത് വെള്ളം കയറുമ്പോൾ വിരിയും. ഇത് ഡെങ്കിപ്പനിക്ക് കാരണമാകും. പറമ്പുകളിൽ വെള്ളം കെട്ടിക്കിടക്കാൻ ഇടയുള്ള ചിരട്ടകൾ, കുപ്പികളുടെ അടപ്പുകൾ, ഷീറ്റുകൾ, പൊട്ടിയ കുപ്പികൾ, പാത്രകഷ്ണങ്ങൾ എന്നിവ നീക്കം ചെയ്യേണ്ടതുണ്ട്. കാൽപാദത്തിലെ നേരിയ വിള്ളലുകൾ വഴി മണ്ണിൽ ജീവിക്കുന്ന ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ശരീരത്തിനുള്ളിൽ കടക്കാൻ സാധ്യതയുണ്ട്. കന്നുകാലികൾ, എലികൾ, നായകൾ എന്നിവയുടെ മൂത്രം കലർന്ന വെള്ളത്തിലൂടെയോ അല്ലെങ്കിൽ നനഞ്ഞ മണ്ണിൽ ചവിട്ടി നടക്കുമ്പോഴോ ബാക്ടീരിയകൾ ശരീരത്തിലേക്ക് കടക്കാം. ഇതിന്റെ ഫലമായി എലിപ്പനി ബാധിക്കും. തെന്നലുള്ള ഭാഗത്തുകൂടി പോകുമ്പോൾ അതീവ ശ്രദ്ധ ചെലുത്തണം. വഴുവഴുപ്പുള്ള ഭാഗത്തെ ബയോഫിലിമിൽ ബാക്ടീരിയകളും അമീബകളും ധാരാളമുണ്ട്. ചെരുപ്പിട്ട് നടക്കാനും കാലുകൾ നനഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തുമ്പോൾ കഴുകി തുടച്ച് ഉണക്കാനും ശ്രദ്ധിച്ചാൽ അപകടം ഒഴിവാക്കാം. മഴക്കാലത്തെ മറ്റൊരു വില്ലനാണ് ഇടിമിന്നൽ. ഇതിൽ അതീവ ഗൗരവത്തോടെ കരുതൽ പുലർത്തിയില്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. കേരളത്തിൽ ഒരു ചതുരശ്ര കിലോമീറ്ററിനുള്ളിൽ ഒരു വർഷം ശരാശരി 20 ഇടിമിന്നൽ ഉണ്ടാകുന്നതായാണ് കണക്ക്. കെട്ടിടങ്ങൾക്കുള്ളിലോ ലോഹവാഹനങ്ങൾക്കുള്ളിലോ കയറി ഇടിമിന്നലിൽ നിന്ന് രക്ഷ തേടാം. ബസ് സ്റ്റോപ്പ്, കടത്തിണ്ണകൾ, മരച്ചുവട്, മെട്രോ പില്ലറിന്റെ അടിഭാഗം എന്നിവയിൽ അഭയം തേടുന്നത് അപകടകരമാണ്. അതിനാൽ മിന്നലുള്ളപ്പോൾ ഇത്തരം ഇടങ്ങളെ അഭയകേന്ദ്രങ്ങളായി കണക്കാക്കാതിരിക്കുക. മഴക്കാലത്ത് റോഡപകടങ്ങൾക്കും സാധ്യത കൂടുതലാണ്. വെള്ളക്കെട്ടുള്ള ഭാഗത്തുകൂടി വാഹനം ഓടിക്കുമ്പോൾ വേഗത കുറയ്ക്കണം. വാഹനത്തിന് ടയറുകൾ പരിശോധിച്ച് തേഞ്ഞ ടയറുകൾ മാറ്റുകയെന്നത് മഴക്കാലത്തെ മുൻകരുതലുകളിൽ ഒന്നായി ഗൗരവത്തോടെ കാണണം. തേഞ്ഞ ടയറിട്ട് ഓടിക്കുമ്പോൾ ഹൈഡ്രോപ്ലേനിംഗ് എന്ന പ്രതിഭാസത്തിന് കാരണമാകും. അതായത് വെള്ളത്തിലൂടെ പോകുമ്പോൾ റോഡ് ഉപരിതലവുമായുള്ള സമ്പർക്കം ഇല്ലാതാവുകയോ വളരെ കുറയുകയോ ചെയ്യുന്നതിലൂടെ വാഹനം നിയന്ത്രണാതീതമായി തെന്നി നീങ്ങാൻ സാധ്യതയുണ്ട്. ടയറുകൾ തേയുന്നതിന് ആനുപാതികമായി ഇതിലുള്ള അപകട സാധ്യതയും കൂടുന്നു. ഈ സാധ്യത കുറയ്ക്കാൻ പെട്ടെന്നുള്ള വെട്ടിക്കൽ, സഡൻ ബ്രേക്ക് എന്നിവ പരമാവധി ഒഴിവാക്കണം. അതുപോലെ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കുട ചൂടാതിരിക്കാനും ശ്രദ്ധിക്കണം. മഴക്കാലത്ത് അപകടത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു കാര്യമാണ് വൈദ്യുതി കമ്പികൾ പൊട്ടി വീഴുന്നത്. അത്തരം സാഹചര്യത്തിൽ പരിഭ്രമിച്ച് അബദ്ധങ്ങൾ ചെയ്താൽ ജീവൻ പോലും അപകടത്തിലായേക്കാം. വൈദ്യുതി ലൈൻ പൊട്ടി വീണത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ KSEB അധികൃതരെ വിവരം അറിയിക്കണം. ഉദ്യോഗസ്ഥർ വരുന്നതുവരെ അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കുക. പൊട്ടിക്കിടക്കുന്നത് സർവീസ് വയർ ആയാലും സ്പർശിക്കുകയോ കമ്പുകൊണ്ട് തട്ടിമാറ്റുകയോ പോലും ചെയ്യരുത്. വൈദ്യുത കമ്പിയിൽ പ്രവഹിക്കുന്ന അതേ അളവിലുള്ള കറണ്ട് തന്നെയാണ് സർവീസ് വയറിലൂടെയും കടന്നു പോകുന്നത്. പൊട്ടിക്കിടക്കുന്ന ലൈനുകൾ മറികടന്ന് വാഹനങ്ങൾ ഓടിച്ചു പോകാൻ ശ്രമിക്കരുത്. മരങ്ങൾ കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് വീണ് കിടക്കുന്ന സാഹചര്യത്തിലും ഒരു കാരണവശാലും ലൈനിന്റെ സമീപത്തേക്ക് പോകരുത്. വൈദ്യുതി ലൈനിൽ വീണ് കിടക്കുന്ന മരങ്ങൾ KSEB ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടമില്ലാതെ വെട്ടിമാറ്റരുത്. വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ വെള്ളത്തിലൂടെ നടന്ന് വൈദ്യുതി പോസ്റ്റിനരികിൽ പോയി സ്വയം പരിശോധനയ്ക്ക് ശ്രമിക്കരുത്. ഒരുപക്ഷെ വെള്ളത്തിൽ വൈദ്യുതി കമ്പി പൊട്ടിക്കിടക്കുന്നുണ്ടാകാം. ഇതിലൂടെ ഷോക്ക് ഏൽക്കുകയും ജീവൻ അപകടത്തിലാവുകയും ചെയ്യും. പൊട്ടിയ ലൈനിൽ നിന്ന് ഷോക്കേറ്റ വ്യക്തിയെ നേരിട്ട് സ്പർശിക്കരുത്. പകരം ഉണങ്ങിയ മുളയോ കമ്പോ കൊണ്ട് തട്ടി ലൈനിൽ നിന്ന് മാറ്റുക. വൈദ്യുത സാമഗ്രികളിൽ നിന്ന് വിട്ടുമാറിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ പ്രഥമ ശുശ്രൂഷ നൽകാവൂ.
വീടിനുള്ളിൽ വെള്ളം കയറാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. വൈദ്യുതി ഉപകരണങ്ങൾ വേർപെടുത്തി നനയാതെ സൂക്ഷിക്കണം. വെള്ളം ഉള്ളിൽ കയറി കഴിഞ്ഞാൽ വെള്ളത്തിൽ ചവിട്ടി നിന്ന് വൈദ്യുതി ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയോ വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. പകരം KSEB അധികൃതരെ വിവരം അറിയിക്കുക. നനഞ്ഞ ഭിത്തിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കേണ്ടതും അത്യാവശ്യമാണ്. മഴക്കാലത്ത് ഭയപ്പെടുത്തുന്ന മറ്റൊന്ന് പാമ്പ് ശല്യമാണ്. പാമ്പുകളുടെ താവളങ്ങളായ കുഴികൾ, പാറയിടങ്ങൾ തുടങ്ങിയവ മഴവെള്ളം വന്ന് നിറയുന്നതിനാൽ അവ സുരക്ഷിതവും വരണ്ടതുമായ സ്ഥലങ്ങൾ തേടി പുറത്തേക്ക് വരും. എലികൾ, തവളകൾ തുടങ്ങിയ ഇരകൾ വീടുകളുടെ സമീപത്തേക്ക് എത്തുന്നതിനാൽ പാമ്പുകൾ അവയെ പിന്തുടർന്നെത്തിയേക്കും. മഴക്കാലത്ത് പുല്ലും കുറ്റിച്ചെടികളും വളരുന്നതിനാൽ പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാനും സഞ്ചരിക്കാനും എളുപ്പമാകും. വീടിന്റെ പരിസരത്തെ വെള്ളക്കെട്ടും മാലിന്യങ്ങളുമുള്ള ഭാഗങ്ങൾ പാമ്പുകളെ ആകർഷിക്കും. പാമ്പ് ശല്യം ഒഴിവാക്കാൻ വീടിന് ചുറ്റുമുള്ള പുല്ലും കുറ്റിച്ചെടികളും വെട്ടി വൃത്തിയാക്കണം. മാലിന്യ കൂമ്പാരങ്ങളും പഴയ മരച്ചില്ലകളും വീട്ടുപരിസരങ്ങളിൽ നിന്നും മാറ്റണം. രാത്രിയിൽ പുറത്തേക്ക് പോകുമ്പോൾ ടോർച്ച് ഉപയോഗിക്കാൻ മറക്കരുത്. വാതിലുകളുടെ താഴ്ഭാഗവും മതിലുകളിലെ പൊട്ടലുകളും അടയ്ക്കണം. വീട്ടിലെ എലിശല്യം കുറയ്ക്കണം. തുടങ്ങിയവയാണ് പാമ്പ് ശല്യം ഒഴിവാക്കാൻ സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ. മഴക്കാലത്ത് വെള്ളത്തിൽ വീണുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒഴുക്കുള്ള വെള്ളത്തിൽ ഇറങ്ങുന്ന സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. നദിയും തോടുമൊക്കെ കരകവിഞ്ഞു കിടക്കുമ്പോൾ മൂടപ്പെടാത്ത മാൻഹോളുകൾ, ഓടകൾ, കുഴികൾ എന്നിവ തിരിച്ചറിയാൻ പ്രയാസമായേക്കാം. അതിനാൽ തന്നെ പ്രത്യേക കരുതൽ ആവശ്യമാണ്. പെട്ടെന്ന് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള മഴവെള്ളം കുത്തിയൊലിച്ചു വരാം. ഡാമുകൾ തുറന്നുവിടുമ്പോൾ ശക്തമായ ജലപ്രവാഹം ഉണ്ടാകാം. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വിമുഖത കാണിക്കരുത്. ഒരു ഉല്ലാസവേളയായി കരുതി വെള്ളം പൊങ്ങിയിരിക്കുന്ന പ്രദേശങ്ങൾ കാണാനും വെള്ളത്തിൽ കളിക്കാനും ഇറങ്ങുന്നത് സ്വയം അപകടം വിളിച്ചു വരുത്തുമെന്നത് ഓർമ്മിക്കുക.